വണ്ടിയില്ലാത്ത മഹാ കഷ്ടമല്ലേ? ബസ്സൊക്കെ വരും. ഓ, നീ എന്ന് ഏതുകാലം വരാനാ? അതൊക്കെ ഉടനെ വരും. അത് പറയാൻ പറ്റുകയില്ല. കാരണം ഇത് ഭരിക്കുന്ന ആളല്ലേ, KSRTC ആള് പുലിയല്ലേ. ഇത്രയും ബസ്സുകളൊക്കെ ഇപ്പൊ വന്നല്ലോ. പുലിയല്ലേ. നമ്മൾ ഇത്ര കാലം നടക്കും ഇതില്ലേ. അതാ പക്ഷെ പുതിയ സർവീസുകൾ ഇഷ്ടംപോലെ വരുന്നുണ്ട്. ഇനി 10-40 വർഷമായിട്ട് KSRTC ഡിപ്പാർട്ട്മെന്റ് വളരെ നഷ്ടത്തിലാണ് പൊക്കോണ്ടിരുന്നത്. ഇപ്പൊ ഈ കഴിഞ്ഞ മാസത്തെ കണക്ഷൻ നമുക്ക് 1,45,00,000 രൂപയാണ് ലാഭം സമ്പാദിച്ചേക്കുന്നത്. അപ്പൊ ഭരിക്കാനറിയാവുന്നവര് ഭരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ലാഭം ഉണ്ടാക്കാം. അതതിന്റെ കറക്റ്റ്, നിങ്ങൾ പറഞ്ഞതിന്റെ ശരി. കാരണം 150 വർഷത്തോളമായി നമുക്ക് KSRTC രാജവംശത്തിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ട് എല്ലാവരും നഷ്ടം എന്നാ പറയുന്നത്. ഇപ്പൊ എങ്ങനെയുണ്ട്? അദ്ദേഹം പുലിയല്ലേ ഗണേഷ് കുമാർ സാർ? പുലി തന്നെയാണോ? അദ്ദേഹത്തിന് പാരമ്പര്യമുണ്ട് ഇക്കാര്യത്തിൽ. ഭരിക്കാൻ അറിയാത്ത ഒരാളാ. അനുഭവമുണ്ട്. നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം കറക്റ്റാണ്. ഈ ഭരിക്കാൻ അറിയാവുന്ന ഭരിച്ചു കഴിഞ്ഞാണ്ടല്ലേ ഈ നമ്മളെ കേരളം അപാരമായ രക്ഷപ്പെടും. അറിയാം, ഇവിടെ കുറെ ചമ്മനും ചെരുപ്പൂത്തിയും ഒക്കെയാണ് ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ആഭ്യന്തരം ഉണ്ടല്ലേ, നമ്മളെ ഈ ഗണേഷ് കുമാറിനെ പോലെയുള്ളൊരു ആളിനെ ഏൽപ്പിക്കണം. ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റൊക്കെ മര്യാദയ്ക്ക് വിടും. ഇവിടുത്തെ ജനങ്ങൾക്ക് മര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റും. ഇന്ന് ഈ ഡിപ്പാർട്ട്മെന്റിൽ, പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഉള്ളതെല്ലാം ഗുണ്ടാളാണ്. അറിയാം. അപ്പം ഇതുപോലെ ഒരു നല്ല മനുഷ്യൻ നമുക്ക് വേണം, കഴിവുള്ളവൻ. നിങ്ങൾ പറഞ്ഞ കറക്റ്റ് കാര്യം.